ഹരിദാസ്, നീ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോടാ? കാക്ക വീഴ്ചെങ്കിലും ജീവിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ കോടീശ്വരനായ നിനക്ക് ഈ കാക്കി കുപ്പായം ഉണ്ടെങ്കിലല്ലേ അരി വാങ്ങിക്കാൻ പറ്റൂ. വാ അതോട്ടിരിക്കാം. രമണേ, രമണേ, അറിയോ? ഓർക്കുന്നില്ല. ഇവനാണ് ഹരിദാസ്. ഹലോ. പഠിക്കുന്ന കാലത്ത് എന്റെ താമസം, ഭക്ഷണം, സിഗരറ്റ്, സിനിമ ഒക്കെ എവന്റെ ചെലവിലായിരുന്നു. IAS-ഉം IPS-ഉം കിട്ടിയിട്ട് IAS വേണ്ടെന്ന് വെച്ചാ മണ്ടൻ. ഇപ്പൊ IPS-ഉം കളഞ്ഞിട്ട് തേയിലയോ കാപ്പിയോ പുകയിലയോ ഒക്കെ കൃഷി ചെയ്ത് ജീവിക്കുന്നു. പറയാറുണ്ട്, കുടിക്കാൻ ചായയോ കാപ്പിയോ? എന്തും. ആയിരിക്കും. എത്ര കാലമായിടാ കണ്ടിട്ട്. നീ അങ്ങ് താടിച്ചു കൊഴുത്തു. നരച്ചു തുടങ്ങി. 3 കുട്ടികളുടെ തന്തയിലടാ. 3 പേരുണ്ടോ? 3 പെൺകുട്ടികൾ. ചുമ്മാതല്ല നീ ഇങ്ങനെ കാശുണ്ടാക്കുന്നത്. എനിക്ക് പിന്നെ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കേണ്ട കാര്യമില്ല. അതെന്താ? മക്കളില്ല, അത്ര തന്നെ. ഓ, പലപ്പോഴും ഞാൻ ആലോചിക്കും നിന്റെ വിവരങ്ങളൊക്കെ അന്വേഷിക്കണം. തിരക്കിനിടയിൽ പിന്നീട് അതങ്ങ് വിടും. കേട്ടോ രമണി, പണ്ട് ഇവനിവിടെ ASP ആയിരുന്ന കാലത്ത് ഈ ടൗൺ ക്രിമിനൽസിന്റെ കൂത്തരങ്ങായിരുന്നു. എന്നും പ്രശ്നങ്ങൾ. ഇവനാണ് ഇവിടെ ക്ലീൻ ആക്കിയത്. ആട്ടിച്ച് തകർത്ത് തരിപ്പണമാക്കി. അതിന്റെ പേരിൽ എൻക്വയറിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അല്ലേ? അങ്ങനെയാണല്ലോ ഞാൻ റിസൈൻ ചെയ്യുന്നത്. ഏതായാലും നീ അക്കാണിച്ചത് മണ്ടത്തരമായി പോയി. ഫൂളിഷ്നെസ്. ലഞ്ച് വേണം. ഇപ്പൊ റെഡിയാക്കാം. നിനക്ക് ഇന്ന് തന്നെ പോണം. അപ്പൊ നീ എന്നെ കാണാനും പഴയ സൗഹൃദം പുതുക്കാനൊന്നും വന്നതല്ല? സത്യം പറഞ്ഞാ അല്ല. നീ ഇവിടെയാണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഒരു എക്സ്പോർട്ടിംഗ് ലൈസൻസിന്റെ കാര്യമായിട്ട് വന്നതാണ് ഞാൻ. ടൗണിൽ വെച്ച് ഒരു ചെറിയ സംഭവം ഉണ്ടായി. ടൗൺ സ്റ്റേഷനിലെ SIയെ കണ്ടപ്പോഴാണ് നീയാണ് കമ്മീഷൻ അറിയുന്നത്. അപ്പോൾ ഇത് പറയുകയും ചെയ്യാം, നിന്നെ ഒന്ന് കാണുകയും ചെയ്യാന്ന് വെച്ചു. എന്താ ഉണ്ടായേ? വലിയ ഗൗരവമായിട്ടൊന്നും എടുക്കണ്ട. ഇന്നൊരാളെന്നെ കൊല്ലാൻ ശ്രമിച്ചു. എന്റെ കുടുംബം മുഴുവൻ മുടിക്കുമെന്നാണ് അയാൾ പറയുന്നത്. ആര്? പണ്ടത്തെ ഒരു ക്രിമിനലാണ്, അലിയാർ. ഇനി എന്നെ തുടരുത്. തൊട്ടാ നീ എന്ത് ചെയ്യോടാ? തൊട്ടാ പിന്നെ എന്നെ കൊല്ലണം. ഇല്ലെങ്കിൽ മതി. എല്ലാം ഇവ സമ്മതിച്ചു സർ. ആര് തീർത്താലും ഹരിദാസ് സാറിന്റെ കുടുംബം നശിപ്പിക്കുന്ന ഞാൻ പറയുന്നേ. മരിക്കാറായി എന്നിട്ടും കൊന്നു കൊതുതീർന്നില്ലടാ. അവനെ പുറത്തു വിടണ്ട. മര്യാദ പഠിക്കുന്ന ഒരു നാത്ത് കേട്ടെ. പുറത്തു വിട്ടില്ലെങ്കിൽ ഞാൻ ഇതിനുള്ളിച്ചാകും, തല തല്ലിച്ചാകും. നിങ്ങളൊക്കെ സമാധാനം പറയേണ്ടി വരും. വെള്ളം കൊടുക്ക സാർ. 1.5 കാലേ ഉള്ളൂ. ഒറ്റ ചവിട്ടിന് ചാവും. എന്നിട്ടും കൊല്ലാൻ നടക്കുന്നു. ഉള്ള കാലം മര്യാദയ്ക്ക് ജീവിച്ചു. ഇല്ല നിന്റെ ഈ കാലൂടെ തല്ലി ഓടിക്കും. പിന്നെ നീ ഇരുന്ന് ഇറങ്ങേണ്ടി വരും. മനസ്സിലാകടാ? ഒരു കേസ് രജിസ്റ്റർ ചെയ്യട്ടെ സാർ? വേണ്ട, കേസിനൊന്നും ഹരിദാസിന് താല്പര്യമില്ല. അയാളെ വിട്ടേക്ക്. കൊല്ലൂന്ന് പറഞ്ഞ് നടക്കുന്ന ആളെ എങ്ങനെ വിടും സാർ? എന്ത് കാരണം പറഞ്ഞ അയാളെ കസ്റ്റഡിയിൽ വെക്കും? അത് എത്ര ദിവസം? ഇനി അയാൾ പറഞ്ഞ പോലെ ഇതിനകത്ത് വെച്ച് ചാവി വല്ലതും ചെയ്താൽ നമ്മൾ തൂങ്ങും. ഈ വയസ്സായിരുന്ന അയാളെ കൊണ്ട് എന്തോ നടക്കാനാ? വിട്ടേക്ക്. പണ്ട് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന 3 ക്രിമിനൽസ് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഒരു ആന്റണി, രാമയ്യൻ, ഹംസ. ഓ, ഹരിദാസ് അവരെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാണ് അവർ റിലീസിംഗ്? ഈ ആഴ്ച തന്നെ ഉണ്ട്. സെൻട്രൽ ജയിലിൽ നിന്ന് ഇന്റിമേഷൻ ഉണ്ടായിരുന്നു. അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് കളക്ട് ചെയ്തു സർ. ഇയാളെ പുറത്തു വിട്ടാലും നിരീക്ഷണത്തിലുണ്ടായിരിക്കണം. സർ. ആന്റണി, ഹംസ, ആ ബാഗ് എടുത്തു കൊടുക്കും. എല്ലാം ഉണ്ടോ നോക്കിക്കോളൂ. ആന്റണി വരൂ. കൊടുത്തേക്കു. രാമയ്യൻ എന്ത് സർ? വരൂ. ആന്റണി,
ഇനിയെങ്കിലും നല്ല മനുഷ്യനായി ജീവിക്കുക. മനസ്സിൽ നിന്ന് പകയും വിദ്വേഷവും എല്ലാം കളയണം. നിങ്ങൾ ചെയ്തതിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിച്ചതെന്ന് വിചാരിക്കുക. ഞങ്ങൾ ചെയ്തതിന്റെ ഫലം ഞങ്ങൾ മാത്രം അനുഭവിച്ച പോരെ? ഒന്നും അറിയാത്ത ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കണോ? ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. മറക്കാൻ പറ്റാത്ത കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട് സാർ. അത് ചെയ്തവൻ ഒരു ശിക്ഷ അനുഭവിച്ചിട്ടുമില്ല. കഥകളൊക്കെ എനിക്കറിയാം, ഞാൻ അറിഞ്ഞു. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനിയുള്ള കാലം സമാധാനമായി ജീവിക്കുക. ഇനി എന്ത് ജീവിതമാണ് സാർ? ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ജീവിച്ചത് 3 കൊല്ലമാണ്. എൻ്റെ സുജയുടെ മോളെയും കൂടെ. സ്വർഗമായിരുന്നു, സ്വർഗം. എൻ്റെ മോളെയെങ്കിലും രക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ ക്ഷമിക്കുമായിരുന്നു. എല്ലാം തകർത്തു. ഞാനതിന് പകരം വിട്ടു. സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ആന്റണി, സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ക്ഷമിക്കണം സാർ. ഹംസയും ആന്റണിയുടെ വഴി തന്നെയാണോ? ഞങ്ങളെ മക്കളെ പോലെ കരുതുന്ന ഒരാളുണ്ട്, അലിയാർ ബാബ. എനിക്ക് അങ്ങേരുടെ വഴിയാണ്. രാമയ്യനും അതെ. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, കഴിഞ്ഞതെല്ലാം മറക്കണം. മറക്കാം. നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു തരണം. കഴിയോ? പോലീസ്. ജീപ്പിലോട്ട് കയറാം. എന്തിന്? അതൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. പറയുന്നത് അനുസരിക്കടാ. നടക്കടാ. നടക്കാൻ. രാമയ്യ, ഈ കുപ്പായ ഊരി വെച്ച് തനിക്കൊക്കെ വേറെ വല്ല പണിക്ക് പോക്കൂടെ? നാണക്കേട്. ശിക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ ജയിലിന്റെ മുന്നിൽ വെച്ച് അവർ ഇങ്ങനെ പ്രതികരിക്കുന്ന തീരെ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഞാൻ 5 പെണ്ണിനെ കൊണ്ടുപോയുള്ളൂ. 5 men? എടോ, അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി മുഴുവൻ ഞാൻ തന്നോട് പറഞ്ഞല്ലേ. ഒരു കാലത്ത് ഈ സിറ്റിയിലെ മുഴുവൻ ഫോഴ്സും അവർക്കൊന്നും അല്ലായിരുന്നു, അറിയാമോ? ആ, എന്നിട്ടാ വാൻ ആരുടെയാണെന്ന് ചെക്ക് ചെയ്തോ? സർ, പക്ഷേ ആ നമ്പർ വ്യാജമാണ്.
സെഷൻ ജഡ്ജിന്റെ കാറിന്റെ നമ്പറാണത്. ഛേ, ഉടനെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വയർലെസ് മെസ്സേജ് കൊടുക്കണം. സർ. ഒരു കാരണവശാലും അവർ ഈ ജില്ല വിട്ട് പുറത്തു പോകാൻ പാടില്ല. സർ. അതിനു മുമ്പ് അവർ അകത്തായിരിക്കണം. സർ. മനസ്സിലായോ? യെസ് സർ. ഹലോ, കൺട്രോൾ റൂം അല്ലേ? ഇത് കമ്മീഷണറാണ്. നമ്മുടെ ബോർഡറിലുള്ള ചെക്ക് പോസ്റ്റുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. വേണം. ഹരിദാസ് എവിടെയാണെന്ന് അവരറിഞ്ഞിരിക്കുവോ? എന്റെ രമണി, നീ കുട്ടികളെ പോലെ സംസാരിക്കരുത്. അവരത്ര മണ്ടന്മാരൊന്നുമല്ല. ഫുൾ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. ഹരിദാസിന് ഈ വിവരം ഒന്ന് അറിയിക്കൂ. എത്ര പ്രാവശ്യമായിട്ട് ഞാൻ വിളിക്കുന്നു. അവൻ സ്ഥലത്തില്ല, കുട്ടികളുമായിട്ട് ഔട്ടിങ്ങിന് പോയിരിക്കുക.